നോമ്പുകാല ധ്യാനം 9-ാം ദിവസം. വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമായ നോമ്പുകാലത്ത് അത്യന്താപേക്ഷിതമായ ഒന്നാണ് അനുതാപം ഉണ്ടാകുക എന്നുള്ളത്. പാപബോധമില്ലാത്തതാണ് ഈ തലമുറയുടെ ഏറ്റവും വലിയ ദുരന്തം എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ചെയ്യുന്നതൊന്നും പാപമല്ലാതായിട്ടാണ് കണക്കാക്കുന്നത്. പാപമല്ലാതായി കണക്കാക്കുന്നുവെന്ന് മാത്രമല്ല, പല പാപങ്ങളും കഴിവായും മിടുക്കായും ഒക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. പാപം പല ആവർത്തി ചെയ്ത് ശീലമാക്കുന്നു എല്ലാവരും. ദാവീദിന് തൻ്റെ വീഴ്ചകൾ എത്ര വലുതാണെന്ന് നാഥാൻ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ ഹൃദയം നൊന്ത് കരയുന്ന നിലവിളിയാണല്ലോ 51-ാം സങ്കീർത്തനം. സ്വയം ചെയ്യുന്നതും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതുമായ പാപങ്ങളും അത് മൂടിവെക്കാൻ പെടുന്ന തത്രപ്പാടുകളും നിറഞ്ഞ മനുഷ്യജീവിതത്തിൻ്റെ ദിനരാത്രങ്ങളാണ് ഓരോ ദിവസവും സാധാരണഗതിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഊറിയ എന്ന വിശ്വസ്തനായ രാജ്യസ്നേഹിയെപ്പോലെ നിരാലംബരായ, എതിർക്കാൻ ശേഷിയില്ലാതിരുന്ന ബത്ശേബയെപ്പോലെ, അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട യോവാബിനെ പോലെ എത്ര പേർ നിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. ജഡികപാപത്തിൻ്റെ അശുദ്ധിയുടെ ഇരുട്ടറകളിൽ നിന്ന് വിശുദ്ധമായ പ്രത്യാശയുടെ പകൽ വെളിച്ചത്തിലേക്ക് ഒരു തിരിച്ചറിവിൻ്റെ ദൂരമേ ഉള്ളൂ. പൊട്ടിപ്പുറപ്പെടുമോ നിന്നിൽ നിന്നൊരു 51-ാം സങ്കീർത്തനം എന്നതാണ് ആത്മശോധനാ വിഷയം. തിരിച്ചറിയുക, ഹൃദയം തകർന്ന നിൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട്. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുവെന്ന് റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. സ്വാർത്ഥതയുടെ പുറകെ പോയി ഞാൻ നിന്നിൽ നിന്നും അകന്നപ്പോഴും നന്ദികേട് കാട്ടി, നിന്നെ വേദനിപ്പിച്ചപ്പോഴും ലോകസുഖങ്ങളിൽ കണ്ണുവെച്ച് നിന്നിൽ നിന്ന് കുതറിമാറിയപ്പോഴും എന്നെ തേടി വന്ന സ്നേഹമേ, നഷ്ടപ്പെട്ട നാണയം ഞാൻ തന്നെ, കാണാതായ കുഞ്ഞാടും ഞാൻ തന്നെ, വീട് വിട്ടിറങ്ങിയ ധൂർത്തപുത്രനും ഞാൻ തന്നെ, എന്നിട്ടും നീ എന്നെ തേടി വരുന്നു. വെട്ടം തെളിച്ചു വെച്ച് മുറിയടിച്ചു വാരി നാണയം തിരയാൻ ഏറെ താല്പര്യം കാണിക്കുന്ന വീട്ടമ്മ നീ തന്നെ. വിരിച്ച കരങ്ങളോടെ മുറ്റത്ത് എൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന സ്നേഹം തൂർത്തടിച്ച പിതാവും നീ തന്നെ. ഏതു നേരമാണ് നീ എന്നോട് മിണ്ടാതിരുന്നത്? ഇഷ്ടമുള്ളത് കാണാൻ വേണ്ടി എൻ്റെ കണ്ണുകളെയും ഇഷ്ടമുള്ളവ കേൾക്കാൻ വേണ്ടി എൻ്റെ കാതുകളെയും ഞാൻ തുറന്നിട്ടപ്പോൾ എൻ്റെ ഇഷ്ടക്കേടുകളിലൂടെ സംസാരിച്ച നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. പകുത്തു നൽകിയ നിൻ്റെ സ്നേഹത്തിന് മാത്രം അതിർവരമ്പുകൾ ഞാൻ കണ്ടില്ല. എനിക്ക് വേണ്ടി ചിന്തിയ അവസാനത്തുള്ളി രക്തത്തിൽ പോലും നീ ചാലിച്ചു തന്ന സ്നേഹമാണ് ഇന്നെന്നെ ജീവിപ്പിക്കുന്നത്. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്ന വാക്ക്, ദൈവവചനം നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കട്ടെ.